ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം. സ ഏവ പ്രഥമം ദേവ. സഹ എന്ന് പറഞ്ഞാൽ ആ, ഇവിടെ ആ ഭഗവാൻ, സ ഏവ ഭഗവാൻ തന്നെ, പ്രഥമം ദേവ, പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യം, ദേവ ആ എന്ന് പറഞ്ഞാൽ ദേവൻ, ആ ഭഗവാൻ തന്നെ ആദ്യം കൗമാരം സർഗമാസ്ഥിത. കൗമാരം കൗമാരാവസ്ഥയിലുള്ള സർഗമാസ്ഥിത. കൗമാരം എന്ന് പറഞ്ഞാൽ ഇവിടെ കുമാരന്മാരായിട്ട് അല്ലെങ്കിൽ കൗമാര രൂപത്തിലുള്ളതായിട്ടുള്ള, ഇനി അതായത് ഈ ശ്ലോകം തൊട്ട് ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളെയാണ് ഇനിയും വർണ്ണിക്കുന്നത്. തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മാവ് സ്തുതിക്കുന്നു അങ്ങയുടെ അനേകം അവതാരങ്ങൾ, അംശാംശേന സൃജ്യന്തേ എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെ ഏതം നാനാവതാരാണാം, അങ്ങ് എല്ലാ അനേക തരത്തിലുള്ള അവതാരങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ളവനായിട്ടുള്ള അങ്ങ് അങ്ങയുടെ അംശാംശം കൊണ്ട് തന്നെ അനേകം അവതാരങ്ങളെ, അനേകം സൃഷ്ടികളെ നടത്തി എന്ന് പറഞ്ഞു. ഇവിടെ ഈ ശ്ലോകം മുതൽക്ക് ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യം ഭഗവാൻ ഏതൊരു രൂപമാണ്, എന്തൊരു അവതാരമാണ് കൈക്കൊണ്ടത് എന്ന് പറഞ്ഞാൽ കൗമാരം സർഗമാസ്ഥിത, അതായത് കൗമാര രൂപത്തിലുള്ള കുമാരനായിട്ടുള്ള ഒരു സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ, ഇവിടെ സൃഷ്ടി എന്നാൽ അവതാരം, അങ്ങനെ ഒരു രൂപത്തെ ഭഗവാൻ ആസ്ഥിത കൈക്കൊണ്ടു, സ്വീകരിച്ചു. എന്നിട്ടോ ചചാര ദുശ്ചരം ചചാര ദുശ്ചരം ബ്രഹ്മ. ചചാര എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, സദാ അങ്ങനെ ചരിച്ചു. എങ്ങനെ? ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം. ഇവിടെ ചരിച്ചു അഥവാ ആചരിച്ചു. എന്ത്? ദുശ്ചരം ബ്രഹ്മ. ദുശ്ചരം നടത്തുവാൻ വളരെ പ്രയാസമേറിയതായിട്ടുള്ള ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനായിട്ട്, ബ്രഹ്മചര്യമഖണ്ഡിതം, ബ്രഹ്മചര്യം അഖണ്ഡിതം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബ്രഹ്മചര്യമഖണ്ഡിതം. ബ്രഹ്മചര്യത്തെ അങ്ങ് ആചരിച്ചു. എങ്ങനെ? അഖണ്ഡിതം, മുടക്കമില്ലാത്തതായിട്ടുള്ള. അപ്പോൾ ദുശ്ചരമായിട്ടുള്ള, നടത്തുവാൻ വളരെ പ്രയാസമുള്ളതായിട്ടുള്ള, അതേസമയം മുടക്കമില്ലാതെ ചെയ്യേണ്ടതായിട്ടുള്ള ആ ബ്രഹ്മചര്യത്തെ ഭഗവാനെ അവിടുന്ന് ആചരിച്ചുവല്ലോ. അപ്പോൾ ഈ ശ്ലോകം മുതൽ നമ്മൾ ഇനിയും കാണുന്നത് ഭഗവാന്റെ അവതാരങ്ങളാണെന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള സനൽകുമാരാദി മഹർഷിമാരായിട്ട് ഭഗവാൻ രൂപം പൂണ്ടതാണ് വർണ്ണിക്കുന്നത്. സനൽകുമാരന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നും കുഞ്ഞ് കുട്ടികളായിട്ട്, ചെറിയ പ്രായത്തിലുള്ള, കൗമാരപ്രായത്തിലുള്ളതായിട്ടുള്ള ആൺകുട്ടികളുടെ ഒരു ഭാവമാണ്. ഇന്നും നമ്മൾ പറയില്ലേ, 10 വയസ്സ് തോന്നുന്ന വിധത്തിലുള്ള കുട്ടികളുടെ ഭാവമാണ് ഇന്നും. അപ്പോൾ അങ്ങനെയുള്ള ആ സനൽകുമാരാദി മഹർഷിമാരുടെ, നമുക്കറിയാം സനകൻ, സനന്ദൻ, സനാതൻ, സനന്ദനൻ, സനൽകുമാരൻ എന്നിങ്ങനെയുള്ള 4 പേര് ചേരുന്നതാണ് നമ്മൾ സനൽകുമാരാദി മഹർഷിമാരെന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് തോന്നുന്ന ചെറിയ കുട്ടികളുടെ ഭാവമാണ് ഭഗവാൻ, ആദ്യം രൂപമാണ് ഭഗവാൻ കൈക്കൊണ്ടത്. ഈ രൂപത്തിൽ ഇവര് ഏറ്റവും ദുഷ്കരമാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അനുഷ്ഠാനക്രമം, ഒരു ബ്രാഹ്മണനായി ജീവിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആ ഒരു വ്രതചര്യ ഇനിയും വരാൻ പോകുന്ന സൃഷ്ടികൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് ഭഗവാൻ സ്വയം ആ 10 വയസ്സുള്ള കൗമാരപ്രായത്തിലുള്ളതായിട്ടുള്ള സനൽകുമാരാദി മഹർഷിമാരായി ആദ്യം അവതരിച്ച്
ഏറ്റവും ദുഷ്കരമെന്ന് തോന്നുന്നത്, ആചരിക്കുവാൻ ഏറ്റവും ദുഷ്കരമെന്ന് തോന്നുന്നതായിട്ടുള്ള, അതേപോലെ മുടക്കം കൂടാതെ ചെയ്യേണ്ടതായിട്ടുള്ള ആ ബ്രഹ്മചര്യത്തെ, അനുഷ്ഠാന ക്രമങ്ങളെ ആചരിച്ച് ഭഗവാനെ അവിടുത്തെ ആദ്യത്തെ സൃഷ്ടി അവിടുന്ന് കാഴ്ചവെച്ചുവല്ലോ. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് സനൽകുമാരാദി മഹർഷിമാരായിട്ടായിരുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അവിടെയും ഭഗവാൻ അങ്ങനെ ഒരു രൂപം കൈക്കൊണ്ടത്, ആ ഒരു അവതാരം കൈക്കൊണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും ദുഷ്കരമായിട്ടുള്ള, ആചരിക്കുവാൻ അല്ലെങ്കിൽ മുടക്കം കൂടാതെ നടത്തേണ്ടതായിട്ടുള്ള ഒന്നിനെയും നടത്തുക പ്രയാസമല്ല. നമ്മൾ ഭഗവാനിങ്കൽ മനസ്സിനെ വെച്ചുകൊണ്ട് ആ ഭക്തിഭാവത്തോടു കൂടി അതിനെ ആചരിച്ചാൽ നമുക്ക് സാധ്യമായിട്ടുള്ളതാണ് എന്ന് ലോകത്തിന് കാണിച്ചു തരികയായിരുന്നു. ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേവ സർഗമാസ്ഥിത, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സർഗമാസ്ഥിത, സർഗം ആസ്ഥിത ആണ് മായുടെ ആകാരം, ശ്രദ്ധിക്കുക. അതുപോലെയാണ് ബ്രഹ്മചര്യം അഖണ്ഡിതം, ബ്രഹ്മചര്യം അഖണ്ഡിതമാണ് മായുടെ ആകാരം, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നു വപുഃ. ഇനി രണ്ടാമതായിട്ട് ഭഗവാൻ എന്ത് ഭാവമാണ് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. ദ്വിതീയം തു ഭവായാസ്യ, ദ്വിതീയം തു, ദ്വിതീയം എന്നാൽ രണ്ടാമതായിട്ട്, തു എന്ന് പറഞ്ഞാൽ ആകട്ടെ, രണ്ടാമതായിട്ടാകട്ടെ, ഭവായാസ്യ, ഭവായ അസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഭവായ എന്ന് പറഞ്ഞാൽ ഭവിക്കുന്നതിനായിക്കൊണ്ട്, അതായത് രണ്ടാമതൊരു രൂപത്തെ കൈക്കൊള്ളുന്നതിനായിക്കൊണ്ട്, അസ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ. അപ്പോൾ ആദ്യം സനൽകുമാരാദി മഹർഷിമാരായിട്ട് ഭഗവാന്റെ തന്നെ അംശാംശം അവതരിച്ചു. രണ്ടാമതായിട്ട് ഭഗവാനെ അവിടുത്തെ അവതാരം എന്ന് പറയുന്നത് രസാതലഗതാം മഹീം, രസാതലഗതാം, രസാതലത്തെ പ്രാപിച്ചതായിട്ടുള്ള മഹീം, ഈ ഭൂമിയെ ഉദ്ധരിഷ്യന്നുപാദത്ത, ഉദ്ധരിഷ്യൻ ഉപാദത്ത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഉദ്ധരിഷ്യന്നുപാദത്ത. ഉദ്ധരിഷ്യൻ എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുന്നതിനായിട്ട്, അതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ രസാതലത്തിൽ അസുരൻ കൊണ്ടുവച്ചു എന്നറിഞ്ഞപ്പോൾ ആ ഭൂമിദേവിയെ മോചിപ്പിക്കുന്നതിനായിട്ട്, വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഉപാദത്തെ സ്വീകരിച്ചു. എന്ത്? യജ്ഞേശ സൗകരം വപോ, യജ്ഞേശ, യജ്ഞേശ്വരൻ, ആ ഭഗവാൻ സൗകരം, സൂകരത്തെ സംബന്ധിച്ചതായിട്ടുള്ള വപു, ശരീരത്തെ സ്വീകരിച്ചു. അതായത് വരാഹരൂപത്തെ, സൂകരം എന്ന് പറഞ്ഞാൽ വരാഹം, പന്നി. അപ്പോൾ ആ വരാഹരൂപത്തെ അല്ലയോ ഭഗവാനെ അവിടുന്ന് സ്വീകരിച്ചുവല്ലോ. ആദ്യത്തെ അവതാരത്തിൽ ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ല, സൃഷ്ടിക്കപ്പെട്ടവയ്ക്ക് സമർപ്പണ ബുദ്ധിയോടുകൂടി, അർപ്പണബോധത്തോടുകൂടി ചെയ്താൽ ദുഷ്കരമെന്ന് തോന്നുന്നതും ആചരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരാൻ ഭഗവാൻ സനൽകുമാരാദി മഹർഷിമാരായി അവതരിച്ചു. പിന്നീട് ഈ ഭൂമിദേവിയെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട്, കാരണം എന്തേ? രസാതലത്തിൽ അസുരൻ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഭൂമിദേവിയെ ബ്രഹ്മാവ്
തൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ മുഴുകിയിരുന്ന സമയത്താണ് ബ്രഹ്മാവ് ആ കാഴ്ച കാണുന്നത്. എന്താ? ഭൂമിദേവി അങ്ങനെ ജലത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ച. അങ്ങനെ ഭൂമിദേവി ജലത്തിൽ മുങ്ങിപ്പോയപ്പോൾ തൻ്റെ സൃഷ്ടികളായിട്ടുള്ള പ്രജകൾക്കിരിക്കുവാൻ ഒരിടമില്ല എന്ന് കണ്ട് ബ്രഹ്മാവ് ഭഗവാനെ അഭയം പ്രാപിക്കുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ അഭയം പ്രാപിച്ചപ്പോൾ ആ ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് ഭഗവാനെ അവിടുന്ന് വരാഹരൂപത്തെ സ്വീകരിച്ചുവല്ലോ. അതായത് ഈ ഭൂമിയെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു, യജ്ഞേശനായിട്ടുള്ള ഭഗവാൻ, യാഗാദി പുണ്യകർമ്മങ്ങൾക്കുള്ള സൽഫലത്തെ നൽകുന്നതായിട്ടുള്ള ഭഗവാൻ, ആ ആദിനാരായണമൂർത്തി സ്വയം ഒരു വരാഹരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഭഗവാനെ അവിടുന്ന് ആദ്യം സനൽകുമാരാദി മഹർഷിമാരുടെ രൂപം പൂണ്ട ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് ഒരു വരാഹാവതാരമായി രണ്ടാമത് അവതരിച്ചത്. അതായത് രൂപത്തിനും ഭാവത്തിനും ഒക്കെ അതീതമായിട്ട് സർവ്വതിലും കുടികൊള്ളുന്ന ആ ഒരേ ഒരു പരബ്രഹ്മസ്വരൂപത്തെ, പരമാത്മസ്വരൂപത്തെ ഭഗവാൻ തൻ്റെ ഓരോരോ വ്യത്യസ്ത രൂപങ്ങളിലൂടെ ഭാവങ്ങളിലൂടെ അവതരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. നമ്മൾ പലപ്പോഴും മനുഷ്യരാണ് ശ്രേഷ്ഠരായിട്ടുള്ളത്, മറ്റുള്ള സൃഷ്ടികളൊക്കെ വളരെ മോശമാണ് എന്നുള്ള ഒരു ഭാവം, എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഒരു അബദ്ധധാരണ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, ആ പന്നിയുടെ രൂപത്തിൽ വന്നതും ഞാൻ തന്നെയാണ്. അംശാംശേന ഞാൻ തന്നെ അനേകം രൂപങ്ങൾ കൈക്കൊള്ളുന്നു. എന്തിനു വേണ്ടി? ഓരോ അവതാരത്തിനും ഓരോ രൂപത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ഇവിടെ ഭൂമിയെ ഉദ്ധരിക്കുന്നതിനായിട്ട് യജ്ഞസ്വരൂപനായ ഭഗവാൻ അങ്ങനെ വരാഹരൂപത്തെ കൈക്കൊണ്ടുവല്ലോ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശഃ സൗകരം വപുഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണിത്. ഉദ്ധരിഷ്യന്നുപാദത്ത, അവിടെ ന കൂട്ടക്ഷരമാണ്, അതുപോലെ ഉപാദത്താണ് ഉകാരം, ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത യജ്ഞേശ വപുഃ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.